നേരത്തെ പറഞ്ഞതുപോലെ പല ചർച്ചകളിലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മാത്രമല്ല, മേജർ രവിയും ഇത്തരത്തിലൊരു പ്രതികരണവുമായി, ഷൈൻ നല്ല മനുഷ്യനാണ് എന്നുള്ള പ്രതികരണവുമായി രംഗത്തുന്നത്. അവരൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങളായിരിക്കാം പങ്കുവച്ചത്. പക്ഷേ അപ്പോഴും ഇത്തരം സംഭവങ്ങൾ സെറ്റുകളിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ പോടാ എന്ന് മാത്രം പറഞ്ഞ് അകറ്റി നിർത്താവുന്ന ഒന്നാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് സിനിമാ മേഖലയിലെ ചിലരെങ്കിലും ചോദിക്കുന്നത്. അപ്പോഴും ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം, ഈ പറഞ്ഞ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് വന്നവരുടെ എണ്ണം വിരലെണ്ണാവുന്ന മാത്രമാണ് എന്നതുകൂടി ചേർത്ത് വെക്കണം. ശ്രീ ശ്രീജിത്ത് പണിക്കർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മിയുണ്ട്, ചലച്ചിത്ര പ്രവർത്തക. ശ്രീ ഖാദർ കരിപ്പൊടി, ഇൻഫ്ലുവൻസർ. ഒപ്പം ചിറക്കര മധു, റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. ഒപ്പം ശിവാനി ഭായ്, നടി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ പല ചർച്ചകളിലും സ്ത്രീപക്ഷ നിലപാടിനായി അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പല വിഷയങ്ങളിലും നമ്മൾ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ മതിപ്പോടെ വിളിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീമതി മാലാ പാർവതി. നേരത്തെയും പല വിഷയങ്ങളിലും അവർ സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. ഈ ഷൈനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവരുടെ നിലപാടിൽ ഇത്തരമൊരു മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി വിശ്വസിക്കുന്നത്? അല്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പല വിഷയങ്ങളിലും പാർവതിയുടെ നിലപാട് ഇത്തരത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർ സിനിമയിൽ കുറെ കൂടെ സജീവമായത് കൊണ്ടാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ആരെയും ശത്രുവാക്കാതെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുക, മാക്സിമം അവസരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പാർവതിയെ പോലെ ഒരാൾ നമുക്ക് നന്നായിട്ടറിയാം, വർഷങ്ങൾക്ക് മുൻപ് 10-20 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയില് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് രാത്രിയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്, പുരുഷന്മാർ നമ്മളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു വലിയ എന്താ പറയാ മുൻപോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അന്നൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവർക്ക് വളരെ ശക്തമായ സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു. ഇപ്പോ സിനിമയിൽ സജീവമായതോടുകൂടെ അവരുടെ അത്തരം നിലപാടുകളെല്ലാം തന്നെ അത് മുൻപ് കാണിച്ചതാണോ ശരി, ഇപ്പോൾ കാണിക്കുന്നതാണോ യഥാർത്ഥം എന്ന് ഒരു ചെറിയ സംശയം തോന്നുന്നു. എനിക്ക് പാർവതിയോട് പറയാനുള്ള ഒരു കാര്യം, പാർവതി വേണമെങ്കിൽ അത്തരം നിലപാടുകൾ എടുത്തോളൂ. പാർവതിയോട് അങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാരോട് പോടാ എന്ന് തമാശയായിട്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞിട്ടൊക്കെ പോകാം. പക്ഷെ അത് എന്നെ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിയല്ല, ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പറയരുത്. അത് നിങ്ങളെപ്പോലെ സംസാരിക്കുക, നിങ്ങളെപ്പോലെ പെരുമാറുക എന്നത് അത് നിങ്ങൾ മാത്രമാണ്. അത് മറ്റൊരാൾക്ക് അത് സാധിക്കില്ല. മറ്റൊരാൾക്ക് മറ്റൊരാളെ പോലെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് വളരെ വളരെ പരമ പുച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവരാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ സുഹൃത്താണ്, പക്ഷേ കുറെ കാലങ്ങളായിട്ട് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാനിപ്പോ പാർവതിക്കെതിരെ ഞാൻ വന്ന് പ്രതികരിക്കുന്നത്. പല സമയത്തും അവരിങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പോട്ടെ, നമ്മുടെ സുഹൃത്തല്ലേ, നമ്മളൊന്നും പറയരുത്. പക്ഷെ ഇത് വല്ലാതെ അതിര് കടന്നതുപോലെ അവരെന്ത് തമാശയായിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്. വളരെ ലാഘവത്തോടു കൂടെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ, ഇതൊരു തമാശയായിട്ട് എടുത്തൂടെ, അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞ പോടാ എന്ന് പറഞ്ഞ് പോയാ പോരെ. അങ്ങനെയാണെങ്കിൽ ഇവർ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ ആക്ടർ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ തട്ടി എന്ന് പറഞ്ഞിട്ട് ഇവര് ട്രോമയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ ഏകദേശം കുറെ അധികം ദിവസങ്ങൾ ഇവർ ട്രോമയിലായിരുന്നു. അതേ അവരിപ്പോ ചോദിക്കുന്നു, ഇതിനൊക്കെ ട്രോമയിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്നോടൊപ്പം വരുമോ എന്ന് ചോദിച്ചാൽ ട്രോമയിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്തൊരു സ്ത്രീ വിരുദ്ധതയാണ് അവരുടെ ഈ വാക്കുകളിലൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഞാനൊന്ന് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര സ്ട്രെസ്സായി പോകുന്നു. അത് പോടാ എന്നെന്ന് പറഞ്ഞാൽ മാത്രം മാറുന്നൊരു വിഷയം മാത്രമല്ലേ ഉള്ളൂ. ഈ തൊഴിലെടുത്ത തരത്തിൽ സംഭവങ്ങളൊക്കെ ആവർത്തിക്കും. അതിന് നമ്മൾ ആ തരത്തിൽ നേരിടണം. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതികരിക്കേണ്ട, കുറച്ചുകൂടി ആർജവത്തോടെ ഈ വിഷയങ്ങളെ കാണണം, കൈകാര്യം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ? ആയിക്കോട്ടെ, അത് അവരെങ്ങനെ ആയിക്കോട്ടെ.
പക്ഷെ ഞാൻ അങ്ങനെ ആവണം എന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അവരങ്ങനെ ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്തോട്ടെ, അവർക്ക് അതൊരു തമാശയായിരിക്കാം. പക്ഷെ എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നും, ഞാൻ റിയാക്ട് ചെയ്തിരിക്കും. എന്നോട് ഒരാൾ പറയാണ് എനിക്ക് ബ്ലൗസ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, എന്നാൽ ഞാനും കൂടി വരട്ടെ കറക്റ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ വെച്ച് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കും. ഞാൻ ട്രോമയിലൊന്നും പോവില്ല, അത് വേറെ കാര്യം. ഞാൻ രൂക്ഷമായി പ്രതികരിക്കും. പക്ഷേ ചില പെൺകുട്ടികൾക്ക് അത് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മേഖലയിലാണല്ലോ ദൈവമേ ഞാൻ വന്ന് പെട്ടത്, എനിക്ക് എന്ത് ചെയ്യും? ഇത് സിനിമ എന്റെ പാഷനുമാണ്, എനിക്ക് സിനിമ ഇഷ്ടവുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സഹോദരനായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ഇത്തരത്തിൽ ഒരു ഡയലോഗ് അവരോട് പറഞ്ഞത് എങ്കിൽ ആ സഹോദരൻ സഹോദരി കഥാപാത്രം ആ പെൺകുട്ടിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അയാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഒരു ഡയലോഗ് സംസാരിക്കാൻ പറ്റുന്നത്? പാർവതിക്ക് പറ്റുമോ? പാർവതിക്ക് പറ്റുമെങ്കിൽ ഓക്കെ, അത് നല്ലതാ. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറ്റില്ല. തീർച്ചയായും ശ്രീജിത്ത്, ഇവിടെ സിനിമാ മേഖലയിൽ നമുക്കറിയാം ഇത് വലിയ ചർച്ചയാവുകയും ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുകയും മറ്റും ചെയ്തു. ഇപ്പോൾ ഞാൻ പ്രധാനമായും ഇന്ന് കേട്ടത് മേജർ രവിയുടെ അഭിപ്രായം. കാരണം ഷൈൻ ടോം ചാക്കോ നല്ല മനുഷ്യനാണ്, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വെളുത്ത പൊടി തൊപ്പി എന്നൊക്കെ പറയുന്നത് ഈ ലഹരി എന്ന സാധനങ്ങൾ തുപ്പിക്കളയാനുള്ളതാണോ, അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ. ഒപ്പം മാലാ പാർവതിയും പരാമർശങ്ങളും ഇതിനോട് ചേർത്ത് വെക്കണം. അഭിമുഖത്തിൽ അവർ പറയുന്നത് ഇതിനെ ഇങ്ങനെ അല്ല നേരിടേണ്ടത് എന്നുള്ളതാണ്. ആദ്യം നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ചുകൊണ്ട് വന്നു, പിന്നീട് ക്ഷമ പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ്. അതിനുശേഷം വീണ്ടും അഭിമുഖത്തിൽ വീണ്ടും ഇത്തരം നിലപാടുകൾ എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് സിനിമാക്കാർ ഒന്നടങ്കം ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് വിൻസിക്കൊപ്പം നിൽക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചോദ്യമുനയിൽ ഷൈൻ ടോം ചാക്കോ എത്തുകയും താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് സമ്മതിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരം വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് ശ്രീജിത്ത് കരുതുന്നത്? ശ്രീരഞ്ജിത്ത്, ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട സീനിയർ ആയിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിൽ. കാരണം നമുക്കറിയാം, അല്പം മുമ്പ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ശ്രീമതി മാലാ പാർവതി മുമ്പ് സ്വീകരിച്ചിരുന്ന പല സ്ത്രീ സൗഹൃദ നിലപാടുകളുമുണ്ട്. സ്ത്രീകൾ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല പൊതുവെ തൊഴിലിടത്തിൽ അവർ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ വോക്കലായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അവരെന്തിനു വേണ്ടിയിട്ടാണോ ഒരു അഡ്വക്കസി എടുത്തിരുന്നത് അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് പിന്നീട് നിരന്തരം സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, നമ്മൾ ഇതിനെയൊക്കെ തന്നെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ പ്രധാനപ്പെട്ട കുഴപ്പം. ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇറ്റ് ഈസ് ഹരാസ്മെന്റ്. അപ്പൊ നമ്മൾ അതിന് ഒരു പണിഷ്മെന്റിന്റെ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അതിലെ വലിപ്പ ചെറുപ്പം ഒക്കെ തന്നെ ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മളൊരു സമൂഹ ജീവി എന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിനെ അതിന്റെ തീവ്രത കുറവാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ വിലയിരുത്തേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ പോലും ഒരു സ്ത്രീക്കെതിരെ അവരുടെ തൊഴിലിടത്തിലായിക്കോട്ടെ മറ്റൊരു സ്ഥലത്തായിക്കോട്ടെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള എനി ഫോം ഓഫ് ഹാരാസ്മെന്റ് ഉണ്ടായാൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ സമീപിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിലത്തേക്കുള്ള തോന്നലുണ്ടാകും. അപ്പൊ അതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല. ഒരുപക്ഷെ ആദ്യം തന്നെ വളരെ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. 2, നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റിനെ സമീപിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. 3, ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടേത് സ്ത്രീ സൗഹൃദ നിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൊലോങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ എനിക്ക് പരാതിയില്ല എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയും അത് മറ്റെന്തെങ്കിലും ഒരു മാർഗത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റിൽ ചെയ്യാം, ഒരു കോംപ്രമൈസിന് പോകാം എന്നൊക്കെ പലപ്പോഴും പലരും ചിന്തിക്കുന്നതും. അപ്പൊ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടാകണം, അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദമാകണം എന്നതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല, ആ രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഒരു പുരുഷനായിട്ടുള്ള ഒരു കോ ആർട്ടിസ്റ്റ് ഒരു നടിയോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് നമുക്ക് ട്രോമ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനം അവർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത കൂടിയാണ്. അതിനെ ട്രിവിയലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിനെ ഒരു തമാശയായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇപ്പോ ആ പുരുഷനുമായിട്ട് അത്രത്തോളം സൗഹൃദമുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കാണുകയോ ഒക്കെ തന്നെ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ലിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി അവരോട് ആ രീതിയിലത്തെ ഒരാൾ സംസാരിച്ചാൽ അതിന് താല്പര്യപ്പെടുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള ഒരു തരത്തിലുമുള്ള ബന്ധം ഈ 2 വ്യക്തികൾ തമ്മിലില്ല. അതുകൊണ്ട് അവരതിനെ ഒരു തരത്തിലും എന്റർടൈൻ ചെയ്യുന്നില്ല. അവരുടേതൊരു വെൽക്കം മൂവ് അല്ല. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ ട്രോമയുണ്ടാകും. അപ്പൊ അതിന് ട്രോമയുണ്ടാകും എന്ന് അറിയേണ്ടത് മാലാ പാർവതിയാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് എന്നാണ്.
അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാകും എന്നതിനെ മനസ്സിലാക്കി അതിശക്തമായ രീതിയിലത്തേക്കുള്ള പ്രതികരണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മൊത്തത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന രീതിയിലത്തേക്ക് ഇതിനെ അഡ്വക്കസി ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി അതിനെ ട്രിവിയലൈസ് ചെയ്യുകയും ഓടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കാൻ കഴിയുന്നതാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഹേവിയറിനെ നോർമലൈസ് ചെയ്യുകയാണ്, ആ ബിഹേവിയറിനെ ട്രിവിയലൈസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരികയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് വരികയും ചെയ്താൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കൊണ്ട് നിലവിൽ അങ്ങനെ പറയാത്ത മറ്റൊരു ആർട്ടിസ്റ്റ് ഒരു കോ ആർട്ടിസ്റ്റിനോട് ഈ രീതിയിലത്തേക്ക് സംസാരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പിന്നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ, അതായത് ഓടാ എന്ന് പറഞ്ഞാൽ മതിയെന്നോ അല്ലെങ്കിൽ ഇതൊരു ട്രോമയായിട്ട് കരുതേണ്ടതില്ല എന്നുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പറയുന്നത് എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് കുറച്ചുകൂടി തൊലിക്കെട്ടി വേണമെന്നാണ്. നിങ്ങളൊരു ആദ്യഘട്ടത്തിൽ വിൻസി ഇത്ര അനുഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാം, അവരൊരു പൊതുചടങ്ങിൽ പറയുകയാണ്, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി സഹകരിക്കില്ല. അതവരുടെ അനുഭവം കൊണ്ടാണോ പറഞ്ഞതാണ്. പിന്നീട് അവർ ഇത് അവരുടെ യൂട്യൂബ് ചാനൽ കൂടി അവർ പുറത്തു പറയുന്നു, നടന്റെ പേര് പറയുന്നില്ല. അപ്പോൾ തന്നെ പലപ്പോഴും പല വ്യാഖ്യാനങ്ങൾ വന്നു. അവർക്ക് സമ്മർദ്ദം ശക്തമായപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനകൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പേരും ചേർത്ത് പരാതി കൊടുക്കാൻ അവർ അപ്പോഴാണ് തയ്യാറായത്. അല്ലാതെ നിയമ നടപടിക്കും ഒന്നും അവർ അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് പോലും അവർ കടന്നിട്ടില്ല. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ അവർ തുറന്നു പറയുകയും അവരുടെ സംഘടനയിൽ അവർ പരാതിപ്പെടുകയും മാത്രമാണ് ചെയ്തത്. മറ്റൊരു തലത്തിലും അവർ പോയിട്ടില്ല. എന്നിട്ട് പോലും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ നേരിടുകയാണ്. അല്ല, നോക്കൂ, ഇതില് ഞാൻ കാണുന്നതിന്റെ പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ അവർ പരാതി കൊടുത്തിരിക്കുന്ന ICC ഉൾപ്പെടെയുള്ള 4 സംഘടനകളും, ആ 4 സംഘടനകളിലും അവർക്ക് നിയമപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഈവൻ ICC ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി ആണെങ്കിൽ പോലും 2013 പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസസ് ആ ആക്ട് അല്ലെങ്കിൽ പോഷ് ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡി മാത്രമാണ്. അപ്പൊ അതിനും കിട്ടുന്ന പരാതികളെ നേരെ FIR ഇടുന്നതിന് വേണ്ടിയിട്ട് പോലീസിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു റൈറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഒന്നും അല്ല ICC എന്ന് പറയുന്നത്. അതിന് പറ്റുന്നത് കുറേയധികം റെക്കമെൻഡേഷൻസ് ആ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് വലിയ അധികാര പരിധിയൊന്നും അതിനില്ല. പിന്നെ ഈ പറയുന്ന അമ്മ പോലെയുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഫിലിം ചേംബർ തുടങ്ങിയ കമ്മിറ്റികൾക്കൊന്നും തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഇടപെടാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, സപ്പോസ് ഈ ഒരു ഹരാസ്മെന്റ് ഉണ്ടാകുന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നല്ല അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നിന്നല്ല എന്ന് വെച്ചോളൂ, പുറത്തു വെച്ച് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ, നടന്മാര്, നടിമാര് ഇവരൊക്കെ പോകുന്ന സമയത്ത് ഈ പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ആൾക്കാർ ഇവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സെൽഫിക്ക് വേണ്ടിയിട്ടോ ഒക്കെ വരാം. അപ്പൊ ആ സമയത്ത് ഒരു ബാഡ് ടച്ച് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ബാഡ് കമന്റ് ഉണ്ടാകാം. അവിടെ ഒന്നും തന്നെ നമുക്ക് ഈ ICCയോ ഫിലിം ചേംബറോ ഈ അമ്മയോ മാക്ടയോ ഒന്നും തന്നെ ഹെൽപ്പിന് വരില്ല. പകരം എന്താ ചെയ്യുക? നമ്മൾ ലോ എൻഫോഴ്സ്മെന്റിനെ തന്നെ അവിടെ ആശ്രയിക്കണം. അപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒരു സാമൂഹിക ജീവികളാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം അവർക്കും ബാധകമാണ് എന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് സധൈര്യം ഈ ആൾക്കാരെ നെയിം ആൻഡ് ഷെയിം ദം, ദെൻ ഫയൽ എ പോലീസ് കംപ്ലൈന്റ്. അത് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായി അക്കൗണ്ടബിൾ ആയി നിൽക്കുക. ഇത് പഴകിയ കേസുകളിലാണെങ്കിൽ പോലും ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിയമം നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വശമാണ്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നൂലാമാലകൾ, ഇതൊരു tedious ആയിട്ടുള്ള പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് അവസരം കുറയുമെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു പ്രോജക്റ്റിനെ കമ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം എനിക്കൊരു പക്ഷേ ഒരു കോർട്ട് ഹിയറിംഗ്, ഒരു പോലീസ് നടപടി, ഈ കാര്യത്തിന് വേണ്ടി സഹകരിക്കേണ്ടി വരിക. ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴും കാണുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതിൽ നമുക്ക് 2 അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷെ അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അവർക്ക് അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കമന്റുകൾ പറയുന്ന ഒരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കമന്റ് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കൊരു തിക് സ്കിൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ട്രിവിയൽ ആയിട്ട് നിങ്ങൾക്ക് കരുതാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ട്രോമ ഉണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ മോശം ബിഹേവിയറിനെ ഒരു തരത്തിൽ ഇത് നോർമലൈസ് ചെയ്യുകയാണ്, അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയന് ഒരു വെയിറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്രാക്ടീസസിനെ സ്വാധീനിക്കാനായിട്ടുള്ള വലിയ ശക്തി നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ട് എന്നതിന്റെ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി നമുക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ പീഡകരായിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലും രീതിയിലത്തേക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ലോകം,
ഇവരൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന രീതിയിലത്തേക്ക് സ്ത്രീയാണ് കൂടുതൽ ഒതുങ്ങേണ്ടത്, പരുവപ്പെടേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രൊഫഷണൽ നിന്നുകൊണ്ട് കാണിക്കുന്ന ഒരു ചതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഞാൻ കാണുന്നില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ സിനിമയിൽ തന്നെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ഹാർഡ്ഷിപ്പിനെ പറ്റി പലപ്പോഴും വോക്കലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പുരുഷന്മാർക്ക് കൂടുതലായിട്ടുള്ള തോന്നാനുള്ള സാധ്യതയാണ്. അതല്ല ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എന്റെ ഉത്തരം. തിരിച്ചു വരാം ശിവാനി ഭായ്. ഇവിടെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നൊരു സ്ഥലം കൂടി, വർക്ക് പ്ലേസ് കൂടിയാണ്. പലരും തുറന്നു പറയാറില്ല അവരുടെ പലവിധ കാരണങ്ങൾ കൊണ്ടും. നേരത്തെ പറഞ്ഞ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇനി അവർ സിനിമാ മേഖല ഉണ്ടാകുമോ എന്നുള്ള പേടിയുമൊക്കെ ഉണ്ടാകും. ഇവിടെ ഒരു നടി വളരെ ആർജവത്തോടെ, യുവതലമുറയിലെ ഒരു നടി പുറത്തു വന്ന് തുറന്നു പറയുന്നു. അവർ പിന്നീട് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ അപ്പോഴാണ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടി വന്ന് പറയുന്നത് ഇതിങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്, പോടാ അവിടെ വെച്ച് തന്നെ ഇതിനെ നേരിടേണ്ട ഒരു കാര്യമാണ്, അല്ല ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ നടനെയും പലപ്പോഴും ന്യായീകരിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇൻഡസ്ട്രിയിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഉണ്ടായാൽ പോടാ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിടിച്ചു തള്ളുകയോ ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കുമോ എന്ന് പറയുന്നുണ്ട് മാത്രം ഒതുങ്ങുന്നൊരു സംഗതിയാണോ? ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീതി പ്രതീക്ഷിക്കണോ? ഈ പോടാ, അതായത് മാലാപാർവതി പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. കാര്യം അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി കാണില്ല ജീവിതത്തിൽ. സോ അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. പിന്നെ അവരൊരു ബോൾഡായ സ്ത്രീയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. സോ അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം പെരുമാറുന്നത്. പിന്നെ ആ കുട്ടി എന്ന് പറയുന്നത് അവരതൊരു കാഷ്വലായി അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. സോ ഞാൻ ഇനി ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് ഒരു കാഷ്വലായിട്ട് പറഞ്ഞു. അല്ലാതെ അവരതിന് ആ സ്പോട്ടിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതികരണശേഷി ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കൊപ്പം ഉള്ളവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ട്രോമയിലേക്കൊന്നും പോകാതെ നിങ്ങൾ അതിനെ തന്നെ പ്രതികരിക്കാൻ പഠിക്കൂ എന്നുള്ളത് നമുക്ക് എന്താ പറയാ, ഇനിയെങ്കിലും മുന്നോട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ അധികാരപ്പെട്ട ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന് അധികാരപ്പെട്ടത് പ്രൊഡ്യൂസർ, അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. സോ എന്തെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് അവരോട് പരാതിപ്പെടാം. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എനിക്ക് അപ്പോ എന്താ പറയാ, എല്ലാവരും സിനിമയിലേക്ക് ഒരു ദിവസം പൊട്ടി വീണ ആളുകളൊന്നും അല്ല. അവർക്കൊരു കുടുംബമുണ്ട്, എന്താ പറയാ, സോ അവർക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവർക്ക് അറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ശരിക്കും അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സംഘടനകളുണ്ട്, എന്താ പറയാ, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പരാതിപ്പെടാം. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്താ പറയാ, ഈ പറയുന്ന കമന്റ് അടികളും എല്ലാം ഒക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ പോലും ഈ കമന്റ് അടികളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ അവസരങ്ങളിൽ നേരിട്ടിട്ടുണ്ടാവാം. പരാതിപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം ഈ പരാതികളും ഉണ്ടെന്ന് അറിയത്തേ ഉള്ളൂ. കാര്യം ഈ കമന്റ് അടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കറിയാം അതൊരു എന്താ പറയാ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്താ പറയാ, എനിക്കറിയില്ല, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു സമയമായപ്പോഴത്തേക്കും ഈ പറയുന്ന തിക്ക് സ്കിൻ എനിക്കും വന്നു. പിന്നെ ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങിയപ്പോ ആരും ഒന്നും പറയാതെയായി. അതാണ് സാഹചര്യം. ഏതായാലും ഇത്തരത്തിൽ മാലാപാർവതിയുടെ അഭിപ്രായത്തിലാണ്. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ഖാദർ കരിപ്പൊടി, ഇന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയായി പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, മാലാപാർവതി അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ താൻ മാത്രമല്ല അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണ് എന്നാണ്. അങ്ങനെ ഈ മൊഴിയായി കൊടുത്ത കാര്യത്തിൽ പോലും സിനിമാ മേഖലയിലെ ഉള്ളറകളിലേക്ക് പല കാര്യങ്ങളും തുറന്നു വെക്കുകയാണ്, ക്യാമറ തുറന്നു വെക്കുകയാണ് ഷൈൻ ടോം ചാക്കോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ തനിക്കെതിരെ മാത്രം പരാതി വരുന്നത് അത് വെറും ഒരു മൊഴിയായി മാത്രം കണ്ടാൽ മതിയെങ്കിൽ പോലും കുറച്ചുകൂടി ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ കടക്കേണ്ട പശ്ചാത്തലം കൂടി ഈ ഷൈനിൻ്റെ കസ്റ്റഡിയും ഷൈൻ്റെ അറസ്റ്റും ഈ മൊഴികളുമൊക്കെ ഒരുക്കുന്നുണ്ട് എന്നത് പ്രത്യേകതയല്ലേ? 100% എന്താ സംശയക്കാര്യത്തിൽ എത്ര ഗുരുതരമായിട്ടുള്ളൊരു മൊഴിയാണത്. ഞാനതിനെ നിസ്സാരമായിട്ട് കാണുന്നില്ല. നോക്കൂ, ഒരു സംഘടനയിൽപ്പെട്ട ഒരാൾ, അതിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെന്നുള്ള നിലക്ക് ഷൈൻ പരസ്യമായിട്ട് വന്നിട്ട് പറയാണ്
ഞാൻ സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് അയാൾ പറയാണ്. അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അയാൾ അങ്ങനെ ഒരു മൊഴി പോലീസിന് കൊടുത്തതിന് ശേഷം പ്രാഥമിക ഘട്ടത്തിൽ എന്ത് നടപടി എടുത്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാ AMMA എന്നോ അമ്മ എന്നോ വിളിക്കപ്പെടുന്ന ഈ സംഘടന എന്തിനാണ് ഇത്രമേൽ ഭയം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്കൊരു ഡ്രഗ്സ് ഫ്രീ സംഘടന അല്ലെങ്കിൽ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റിയിലേക്ക് ഇത്രയും വലിയൊരു സംഘടന എന്നുള്ള രീതിയിൽ അവർക്ക് വലിയൊരു സംഭാവന ചെയ്യാൻ പറ്റും? അവരെന്തിനാണ് ഈ സമയമായിട്ടും ഇത്രയും വലിയ ഒരു മടി കാണിക്കുന്നുള്ളത്? നോക്കൂ, ഷൈൻ പറഞ്ഞത് ഞാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റു പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ AMMA എന്നുള്ള സംഘടനയോ അല്ലെങ്കിൽ അമ്മ എന്ന് പലരും വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ സംഘടനയോ ഇത്തരത്തിൽ ഷൈനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഷൈൻ മാത്രമല്ല പുറത്തു പോവുക, മറ്റു പലരും പുറത്തു പോകുമോ എന്നുള്ള ഭയം ഈ സംഘടനക്കകത്തുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടന ഇപ്പോ BJP-യിലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ CPM-ന്റെ അകത്തോ ഡ്രഗ്സ് ഒരാൾ ഉപയോഗിക്കുന്നു എന്ന് പരസ്യമായി ഒരു രംഗത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്യമായിട്ട് ഒരാൾ പറയാണ്, ഒരു പാർട്ടിയുടെ ഒരു പൊളിറ്റീഷ്യൻ പരസ്യമായിട്ടല്ല ഒരു പോലീസിന് കൊടുക്കുന്ന ഒരു മൊഴിയിൽ പറയാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ, നേരത്തെ ആരോപണമുണ്ടായ ഒരാളായിരിക്കവേ അയാൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ സംഘടനാ തലത്തിൽ ഒരു പ്രാഥമിക നടപടി അയാൾക്കെതിരെ ഉണ്ടാവില്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് അത്തരം നടപടി എടുക്കാൻ ഇവർ ഭയപ്പെടുന്നത്? അവിടെയാണ് നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരേണ്ടത്. ഷൈൻ പറഞ്ഞ പോയിന്റിലേക്ക്, ഞാൻ മാത്രമാണോ ഉപയോഗിക്കുന്നത്, ഞാൻ മാത്രമല്ല മറ്റു പലരുമുണ്ട് എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ഡ്രഗ്സിന്റെ കടന്നുവരൽ വളരെ ക്ലിയർ ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. പല തുറമുഖങ്ങളിലേക്കും കടന്നു വരുന്ന ഈ ഡ്രഗ്സിലെ ഒരു വലിയ ഷെയർ സിനിമാ മേഖലയിലേക്ക് പോകുന്നുണ്ടോ? അത് കേവലം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല, മൊത്തം ഇൻഡസ്ട്രിയിലേക്കും ഇത്തരം ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇവരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പാർട്ടികളിലേക്ക് ഇത്തരം ലഹരികൾ എത്തുന്നുണ്ടോ എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നു, അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകൾക്ക് നട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രാഥമിക ഘട്ടത്തിലെങ്കിലും വ്യക്തമായ ഒരു നടപടി ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമില്ലാത്ത ആളുകൾ ഞങ്ങളെ ഇപ്പോ ഇതിനിടയിൽ ഒരു പരിപാടി വന്നു. ഈ പരിപാടിയിലൊക്കെ ഒന്നാമത് പ്രധാനപ്പെട്ട താരങ്ങളുടെ പേരെടുത്ത് തന്നെ പറയാം. മമ്മൂട്ടി അടങ്ങുന്ന, സുരേഷ് ഗോപി അടങ്ങുന്ന, മോഹൻലാൽ അടങ്ങുന്ന വളരെ പ്രധാന നിരയിൽ നിൽക്കുന്ന ഈ 3 പേർ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെന്നെങ്കിലും പറയാം, അഭിപ്രായ ഭിന്നതകളുണ്ട്, പക്ഷെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം. ബാക്കിയുള്ള 2 പേരെടുത്തു നോക്കി ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? സംഘടനയിൽപ്പെട്ട ഒരാൾ ഞാൻ പരസ്യമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അയാൾ ഇൻഡയറക്ട്ലിയും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറായിട്ടില്ല. എന്തിനാണ് ഇതുപോലെയുള്ള ഒരു സംഘടന? ഞാൻ ആദ്യം ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞില്ലേ, നിലപാടില്ലായ്മയുടെ ഒരു വലിയ ശതമാനം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ മെക്കിട്ട് മാത്രം കയറിയിട്ട് കാര്യമില്ല, സ്ത്രീകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. സ്ത്രീകളും ഈ ഡ്രഗ്സിന് ക്ലിയർ ആയിട്ട് അടിമപ്പെട്ട് അത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് വന്ന ഒരുപാട് തെളിവുകളുള്ള കാര്യമാണ്. നോക്കൂ, ഷൈൻ ടോം ചാക്കോക്കും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിക്കും ലഹരി എത്തിക്കാനോ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തി എന്ന് പറയുന്ന തസ്ലിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവിടെ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമൊന്നുമില്ല. ഇവരെല്ലാവരും മിംഗിളായിട്ട് പോകുന്ന ഒരു വലിയ മേഖലയായിട്ട് ഈ ഡ്രഗ് മേഖല മാറുന്നു എന്നുള്ളതാണ്. നിസാരവൽക്കരിക്കപ്പെടുന്നതാണ് വിഷയം. വിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ, നമുക്ക് വിൻസിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിൻസി എന്ന് പറയുന്ന ഒരു യുവതി, അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അവര് പരാതിപ്പെടേണ്ടത് ലോ ആൻഡ് ഓർഡറിലാണ്. വളരെ ക്ലിയർ ആയിട്ട് ലോ ആൻഡ് ഓർഡറിലാണ് അവർ പരാതിപ്പെടേണ്ടത്. വളരെ ക്ലിയർ ആയിട്ട് പോകേണ്ടത്. സംഘടനയ്ക്ക് പരാതി നൽകുക, പരാതി നൽകിയതിനു ശേഷം സംഘടനയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കാം. പക്ഷെ അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ മേജർ രവി പറഞ്ഞു എന്ന് പറയുന്നത്, അയാൾ തുപ്പിയത് ഡ്രഗ് തന്നെയാണോ എന്നാണ് മേജർ രവി ചോദിച്ചത് എന്നാണ് പറയുന്നുള്ളത്.
എന്തൊരു ആഭാസമാണ്! ഇത്രയും മുതിർന്ന ഒരാള്, ഒരു സംവിധായകൻ എന്നുള്ള നിലക്ക് ഇയാളൊക്കെ നടത്തുന്ന പരാമർശം എന്താണ് എന്ന് ചിന്തിച്ചു പോവുകയാണ്. മാലാപാർവതിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മാലാപാർവതി പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും അയാളുടെ പിരിമുറുക്കങ്ങളും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്ത്രീ അനുഭവിച്ച കാര്യങ്ങളെ ഇത്രയും നിസാരമാക്കി വർണ്ണിക്കാൻ മാലാപാർവതിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. പുതുതായി വന്നിട്ടുള്ള കൂട്ടുകെട്ടുകൾ, പുതുതായി വന്നിട്ടുള്ള ഈ സിനിമയിലെ ഈ അടുപ്പങ്ങൾ മാലാപാർവതി എന്ന് പറയുന്ന നേരത്തെ നിലപാടെടുത്തിരുന്ന, വലിയ നിലപാടുകളുടെ പേരിൽ കേട്ടിരുന്ന ഒരു സ്ത്രീ, അവരിപ്പോൾ സ്വന്തം നിലപാട് പണയപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ വളരെയധികം പ്രസക്തിയുണ്ട്. ചിറക്കര മധു, ഇവിടെ നമുക്കറിയാം 2015 ആദ്യ കൊക്കൈൻ കേസിലെ പ്രതിയായ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ആ കേസിൽ നിന്ന് 10 വർഷത്തിന് ശേഷം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും കോടതി വളരെ കൃത്യമായി കോടതി വിധിയിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, വളരെ കൃത്യമായി എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. അത് വീണ്ടും ചില നിയമ നടപടികളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് കേൾക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയും ഈ കേസിനും സമാനമായ ഒരു ഗതി തന്നെ വരും എന്ന് തന്നെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതികളും? ഇപ്പോൾ FIR റദ്ദാക്കാനായി ഷൈൻ ടോം ചാക്കോ കോടതിയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ വല്ലതും ഇപ്പോഴും ഉണ്ടോ? ഈ സിനിമാ മേഖലയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സിനിമാ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം കേരളത്തിൽ വന്ന ത്രട്ടനിങ് ആയിട്ടുള്ള മയക്കുമരുന്ന് MDMA ആണ്. ഈ MDMA എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എക്സൈസ് കണ്ടെടുത്ത ആദ്യകാല കേസ് എന്ന് പറഞ്ഞ് 2018 ഞങ്ങൾ ഒരു കേസ് എടുക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ MDMA വ്യാപകമായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും 20-30 വർഷങ്ങൾക്ക് മുമ്പ് MDMA ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലെ ഹൈ എൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അവൈലബിൾ ആയ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഈ വസ്തു. ഇത് എത്തിയിരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമാ മേഖലകളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖല മാത്രമല്ല ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ധാരാളം പണം അവരുടെ കയ്യിലുണ്ട്. ഇത്തരം വസ്തുക്കൾ വാങ്ങുന്നതിന് ധാരാളം പണം വേണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള രാസമയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്താണ് അത് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സിനിമാ മേഖലയിലുള്ളവരെന്ന് പറയുന്നവര് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു പുതുമയായ ഒരു കാര്യമല്ല. പക്ഷെ അതിന് വേറൊരു പ്രശ്നമുള്ളത്, സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയും വളരെയധികം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന മേഖലയുമാണ് എന്നുള്ളത് ഒരു വിഷയമാണ്. എക്സൈസിനോ പോലീസിനോ അവിടെ ഒരു ലീഡും ഇല്ലാതെ, ഒരു വിവരവും കിട്ടാതെ കയറി ചെന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ നിരന്തരം നിരീക്ഷണം നടത്താനോ ഒന്നും പറ്റുന്ന ഒരു മേഖലയല്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ മയക്കുമരുന്ന് വരുന്നതായിട്ട് അറിയുകയാണെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ പോലീസിനോ എക്സൈസിനോ ഒരു ലീഡ് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ എത്ര പേര് അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ഇപ്പം നടന്ന സംഭവം, ഇപ്പം കഴിഞ്ഞ ദിവസം ഇട്ട ആ FIR സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരാൾ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് 27 എന്ന NDPS ആക്ട് അനുസരിച്ച് കേസ് എടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും അയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് തെളിയണം. അതിന് 2 മാർഗങ്ങളോ, ഒന്നുകിൽ നമ്മൾ അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നു, അയാളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നു. ഇതിലിപ്പം ഇവര് ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടിട്ടില്ല. മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി അതിനകത്ത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ കേസ് പോലും നിലനിൽക്കത്തുള്ളൂ. അതും നിസ്സാരമായിട്ടുള്ള ഒരു NDPS കേസിലെ ഏറ്റവും ചെറിയൊരു സെക്ഷനാണ് 27 എന്ന് പറയുന്നത്. അത് 10,000 രൂപ ഒരു പിഴയും 6 മാസം വരെ തടവ് കിട്ടുന്ന, ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ്. അതുപോലും നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റിനകത്ത് പോസിറ്റീവ് റിസൾട്ട് വരണം. അല്ലാതെ ഇദ്ദേഹത്തിന്റെ മൊഴി കൊണ്ട് മാത്രം ഈ കേസ് നിൽക്കത്തില്ല, തള്ളിപ്പോകത്തതേ ഉള്ളൂ. കാരണം ഇദ്ദേഹം ഈ മൊഴി പറയുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എക്സൈസിന് അല്ലെങ്കിൽ പോലീസിന് കൊടുത്ത മൊഴി ഇദ്ദേഹം ചെന്ന് കോടതി പറയുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. പിന്നെ 29 സെക്ഷൻ ഇട്ടിരിക്കുന്നു. അത് എന്തുകൊണ്ടിട്ടെന്ന് എനിക്കറിയില്ല. കാരണം അതൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുകയും അതിനകത്തൊരു മെറ്റീരിയൽ സാധനം ഉണ്ടായിരിക്കുകയും 2 അതിലധികം പ്രതികളുള്ള കേസായിരിക്കുകയും ചെയ്യുമ്പോഴാണ് 29 ഒക്കെ വരുന്നത്. വളരെ ഗൗരവമുള്ള കേസാണ്. അത് ഇദ്ദേഹത്തിന്റെ കേസിൽ 29 ഇട്ടു എന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ ഇട്ടു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഈ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ രാസപരിശോധനാ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ്. അതായത് സ്രവങ്ങളുടെ പരിശോധനയുണ്ട്, മുടിയും നഖവും ഒക്കെ പരിശോധിക്കുമെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ സാങ്കേതികമായി ഇത്തരം പരിശോധനാ ഫലത്തിന് ശേഷം ഈ വിഷയത്തിൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട കേസുകൾ വല്ലതും താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ എക്സൈസ് ചരിത്രത്തിലൊക്കെ?
ഉണ്ട്. ഞങ്ങൾ പിടിച്ചിട്ടുള്ള കേസുകളിൽ ബ്ലഡ് പരിശോധിച്ചിൽ തന്നെ തെളിഞ്ഞിട്ടുള്ള കേസുണ്ട്. ഞങ്ങൾ അതിന് പിഴ ഈടാക്കിയിട്ടുള്ള കേസുകളുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം കേസുകളുണ്ട്. അത് വരുമ്പോഴത്തേക്കും ഈ പ്രതിയായിട്ടുള്ള ആളുകൾ വാദിക്കാനൊന്നും നിൽക്കാറില്ല. അവര് കോടതിയിൽ സമ്മതിച്ച് പിഴ അടച്ചു പോവുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. 10,000 രൂപ വരെയാണ് പറയുന്നത്. 2,000, 3,000 രൂപയ്ക്ക് പിഴ ഇടാറുള്ളൂ സാധാരണഗതിയിൽ കോടതികൾ. മാക്സിമം പിഴയാണ് എന്ന് പറയുന്നത്. അതാണ് ശ്രീ ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നിരവധി സിനിമാ പ്രവർത്തകരെ വിളിച്ചിരുന്നു. ഒരുപാട് പേരെ വിളിച്ചപ്പോഴും പലരും മൗനം പാലിക്കുകയാണ്, ആരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, ഞങ്ങൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാലാപാർവതി ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ച് രംഗത്ത് വന്നു എന്നതുപോലെ തന്നെ ഗൗരവതരമാണല്ലോ ഈ മേഖലയിലെ വല്ലാത്ത ഒരു നിശബ്ദതയും. വിൻസിക്ക് എത്രത്തോളം പിന്തുണ ലഭിച്ചു? ഏറെ സമ്മർദ്ദം വന്നപ്പോൾ അമ്മ എന്ന സംഘടന വളരെ പ്രധാനപ്പെട്ട പെട്ടെന്ന് യോഗം കൂടുകയും ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതിന് നടപടികളിലേക്ക് വന്നിട്ടില്ല. പുറത്താക്കുമെന്നൊക്കെ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വന്നുവെങ്കിൽ പോലും അവരിനി അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അഡ്ഹോക് കമ്മിറ്റിയൊക്കെയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന അനവധി പേരുണ്ട്. ആർജവത്തോടെ വിൻസിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായ എത്ര പേരുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളത് കാലാകാലങ്ങളായി കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. സിനിമയ്ക്കുള്ളിൽ കർശനമായ ഒരു നടപടി എന്നത് അതൊരു ഇമാജിനേഷൻ മാത്രമാണ്. അത് നിങ്ങൾക്കൊക്കെ ആഗ്രഹിക്കാം എന്ന് മാത്രം, അതൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സംഘടനകളിലൊക്കെ വളരെ ഗുരുതരമായ പല പീഡന കേസുകളിലും അതിലും ഇതിലൊക്കെ പെട്ടവരെയൊക്കെ അവരെന്താണ് ചെയ്തത്? ആർക്കെതിരെയും അവരാരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഒരു ഡബ്ബിംഗ് അസോസിയേഷനില് ഒരു 7-8 കൊല്ലം മുമ്പ് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നപ്പോ അപ്പൊ തന്നെ, അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഞാൻ അപ്പൊ തന്നെ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണിത്, ഈ തെറ്റ് ഇനി ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശിക്ഷയാണ്. അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ പോലും ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല. അത് ഇവരെ ഭയപ്പെടുത്തുന്നത് ഈ സിനിമ നിലനിൽക്കുന്നത് ഇവരൊക്കെ കാരണമാണ്, അതുപോലെ തന്നെ ഈ സംഘടന നിലനിൽക്കുന്നതും ഇവരെല്ലാം കാരണമാണ് എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള നിയമപരമായ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇതൊരു എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനിപ്പോ ഒരു ജനറൽ ബോഡി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ അന്ന് നമുക്കറിയാം അതിജീവിതയുടെ വിഷയം വന്നപ്പോ ജനറൽ ബോഡി കൂടിയപ്പോൾ പോലും ജനറൽ ബോഡിയിൽ ഒന്നടങ്കം എന്താണ് പറഞ്ഞത്? അയാളെ പുറത്താക്കേണ്ടതില്ല എന്നാണല്ലോ ജനറൽ ബോഡി പറഞ്ഞത്. ജനറൽ ബോഡി ഇയാളെ പുറത്താക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്താക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് ആ പുറത്താക്കൽ നടപടി ഉണ്ടായത് എന്തുകൊണ്ടാണ്? കുറെ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വല്ലാത്ത വളരെ സ്ട്രോങ് ആയ റിയാക്ഷൻസും അതുപോലെ യുവതലമുറയിൽപ്പെട്ട ചില നടന്മാർ അതിന് ശക്തമായി അവർ പറഞ്ഞു പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി സംഘടനയിലേക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ പുറത്താക്കൽ നടന്നത്. അപ്പൊ ഇത് കാലാകാലങ്ങളായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, നേരത്തെ മിസ്റ്റർ ഖാദർ പറഞ്ഞതുപോലെ ഇവിടെ സിനിമയിൽ സ്ത്രീകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു 3 മാസം മുമ്പ് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു സമയത്ത് ഞാനൊരു പത്രസമ്മേളനം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ആ വാർത്ത എന്തായി? ആരും അത്ര വലിയ ഗൗരവമായി കണ്ടില്ല. ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളെ പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇവിടെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കാതെ നമുക്കൊക്കെ, അതായത് ഞാനൊക്കെ 70കളിൽ ഈ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്. ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ ഏറ്റവും വലിയ സങ്കടം, ഇന്ത്യയിൽ മലയാളത്തിലാണ് ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിക്കുന്നത്. അത്രമാത്രം അസൂയയോടുകൂടിയാണ് മറ്റ് സിനിമാ മേഖലകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ ആളുകളുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മലയാള സിനിമ എന്നത് ഇവരാരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മറ്റുള്ള മേഖലയിലെല്ലാം, മറ്റുള്ള ഭാഷകളിലെല്ലാം ഇത്തരത്തിലുള്ളത് ഉണ്ടായിരിക്കാം. അവിടെയൊന്നും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. അതൊക്കെ ശരി. പക്ഷെ നമ്മുടെ ഇടയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, ഇവിടെ ഒരു മാറ്റം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു വളരെ ആരോഗ്യപരമായ ഒരു വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് വളരെ വളരെ
കർക്കശമായ നടപടികൾ, നിലപാടുകൾ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല എന്നത് എനിക്കും വളരെ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എന്റെയും വലിയൊരു ചോദ്യം. തീർച്ചയായും അത്തരത്തിൽ ഇങ്ങനെ ചില സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചില പിന്തുണകൾ ഷൈനിന് ചില മേഖലകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. ശ്രീത്ത്, ഇവിടെ ഇന്ന് ഏറ്റവും പുതിയ വരുന്ന വാർത്ത, ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകേണ്ടതില്ല, മൊഴികൾ വിശദമായി പരിശോധിക്കണം. നമ്മൾ വിചാരിച്ചിരുന്നത് നാളെ ഹാജരാകുകയും വീണ്ടും തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥനായ ശ്രീ ചെറക്കര മധു പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ ഭാവി എന്താകുമെന്നുള്ളതും പ്രധാനമാണ്. ഇതിലും കൂടുതൽ തെളിവുകൾ ഉണ്ടായിരുന്നൊരു കേസാണ് 2015 ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസ്. അവിടെ നിന്ന് സുഖമായി പൊടിയും തട്ടി ഷൈൻ ഇറങ്ങി വന്നു. 10 വർഷമായി ഈ കേസ് നടത്തുന്നവരാണ് ഞങ്ങളെന്ന് വെല്ലുവിളിച്ച ആളുകളാണ് ഷൈൻ്റെ കുടുംബം. സ്വാഭാവികമായി ഇതൊന്നും അങ്ങനെ പേടിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് അയാൾക്ക് തന്നെ ബോധ്യമുണ്ട്, അയാളുടെ കുടുംബത്തിന് ബോധ്യമുണ്ട്. രഞ്ജിത്ത്, ഈ വിഷയത്തിൽ അനുഭവം ഗുരു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു മോട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ ഉള്ള കേസ് പോലെയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു 2015 ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കെയിൻ കേസ്. ഒരുപക്ഷെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കൊക്കെയിൻ കേസ് അതായിരുന്നു. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അവരവിടെ തെളിവ് ശേഖരിച്ചതാണ്, അവിടെ നിന്ന് ഈ സബ്സ്റ്റൻസ് എടുത്തതാണ്, അത് കറക്റ്റായിട്ട് സെർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്, അത് ആരുടെ പക്കൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, സീസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് അതിനകത്തിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് കോടതി വിധി സൂചിപ്പിക്കുന്നത്. കാരണം സ്ത്രീകൾ കൂടി അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ദേഹപരിശോധന നടത്തുന്ന സമയത്ത് ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷെ അതിനെപ്പറ്റി വളരെ കൃത്യമായി ബോധ്യമായിട്ടുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറിനെ കൂടെ കരുതിയില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷ ഗസറ്റഡ് ഓഫീസറാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ കോടതിയിൽ പോകുന്ന സമയത്ത് ഡിഫൻസ് സ്വാഭാവികമായിട്ടും ഇത് അവിടെ ഉന്നയിക്കും. അവിടെ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇറ്റ് വാസ് എ ഷാം എന്ന രീതിയിലത്തേക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതിൽ വിശ്വസിക്കും. കാരണം അന്വേഷണ സംഘത്തിനോട് ചോദിക്കും ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വനിതാ ഗസറ്റഡ് ഓഫീസർ. ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിയമം അറിയില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ ഇത് ഒരു കാര്യം. രണ്ട്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ, എന്താണ് അതിന്റെ കെമിക്കൽ കോമ്പസിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകമായി വേർതിരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു കെമിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ട് കോടതിയിൽ കൊണ്ടുപോകണം. അതിവർ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ഡിഫൻസിന്റെ വക്കീലന്മാർക്ക് എത്ര അറിയാമോ അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ അറിയാം. പിന്നെ ഈ ഡ്രഗ്സിന്റെ, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ നാർക്കോട്ടിക്സ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഈ എൻക്വയറി നടത്തേണ്ടത്, ഇങ്ങനെ ഒരു കേസിൽ എന്തൊക്കെയാണ് വൈദ്യപരിശോധന നടത്തേണ്ടത്, എന്തൊക്കെയാണ് രാസപരിശോധന നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അവർ ട്രെയിൻഡ് ആണ്. അതല്ലാതെ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല. നിയമം എന്താണ് എന്നതിനെക്കുറിച്ചും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റി ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ്. അപ്പൊ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ വന്നാൽ അതിനെ കേവലം ലാപ്സ് എന്നല്ല പറയേണ്ടത്, മറിച്ച് അത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപവും പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് വേണം അതിനെ പരിഗണിക്കാൻ. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇവർ ഇത് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനെന്താ ചെയ്യേണ്ടത്? അവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അതും അവിടെ നടന്നിട്ടില്ല. അതിന്റെയും റിപ്പോർട്ട് കോടതിയിൽ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെയ്ഡ് ചെയ്യുന്നു, ഈ ഫ്ളാറ്റിൽ നിന്ന് അവർ സബ്സ്റ്റൻസ് കണ്ടെടുക്കുന്നു, ഈ ആൾക്കാരെ അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷെ ഈ സബ്സ്റ്റൻസ് എടുത്തിരുന്നത് ഈ ആൾക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്നോ അവരിത് ഉപയോഗിച്ചിരുന്നുവെന്നോ അത് ശരിയായ രീതിയിലത്തേക്കുള്ള റിപ്പോർട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്നതിനെ പറ്റി, അതേപോലെ തന്നെ അവിടെ നിന്ന് എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് കണ്ടെടുത്തത് എന്നതിനെ പറ്റി അവരുടെ സെർച്ച് രജിസ്റ്ററിലൊക്കെ തന്നെ പ്രോപ്പറായിട്ട് അവർ ഇൻഡിക്കേറ്റ് ചെയ്തില്ല. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് വേല് തന്നെ വിളവ് തിന്നുന്നത് കൊണ്ടാണ്. ഇതിനെയെല്ലാം തന്നെ കറപ്റ്റ് പ്രാക്ടീസസിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘം കൃത്യമായിട്ട് നിയമങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിലുള്ള പ്രതികൾക്ക് സുഖമായി രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്ന സബ്സ്റ്റൻസ് കിട്ടിയിരുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്തി ഇപ്പോഴത്തെ കേസിനെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കി. ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ഒരു അന്വേഷണ സംഘം, ഡാൻസ് ഓഫ് ടീം അവിടെ എത്തുകയാണ്. എത്തുന്ന സമയത്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നില്ല, ഇയാളെ അവർ എൻകൗണ്ടർ ചെയ്യുന്നില്ല, ഇയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നില്ല. ഈ സമയത്ത് ഇയാൾ ഇറങ്ങി ഓടുകയാണ്. അവിടെ നിന്ന് ഇവർക്ക് എന്തെങ്കിലും സെർച്ചിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയോ? ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോ എക്സൈസ് അല്ലെങ്കിൽ പോലീസ് ഒക്കെ തന്നെ പറയുകയാണ്, ഇയാൾ ഇത് ഉപയോഗിക്കുകയായിരുന്നു, ഇയാൾക്ക് ഇത് മറയ്ക്കാനുണ്ടായിരുന്നു. നമുക്ക് നാച്ചുറലി ഒരാള് ഒരു അസമയത്ത്
മൂന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയുടെ ഷീറ്റിന് മുകളിലേക്ക് ചാടുകയും അവിടെ നിന്ന് ഉരുണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയും പിന്നീട് ഇറങ്ങി സ്റ്റെയർ വഴി പുറത്തേക്ക് പോവുകയും വെപ്രാളത്തിൽ ഒരു ഇരുചക്രവാഹനം കണ്ടുപിടിച്ച് അതിൽ കയറി പോവുകയും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വരാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു തെറ്റുകാരന്റെ പ്രവൃത്തി, ഒരു തെറ്റുകാരന്റെ സമീപനം എന്ന രീതിയിലാണ്. പക്ഷെ ഇത് നമ്മളുടെ സാമാന്യമായിട്ടുള്ള ഒരു ഗസ് അല്ലേ? കോടതിയിൽ അത് പോയി കഴിഞ്ഞാൽ അത് നിലനിൽക്കാനായിട്ട് എന്താ വേണ്ടത്? സോളിഡ് ആയിട്ടുള്ള തെളിവുകളാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇയാൾക്ക് ചാടി പോകാൻ പറ്റില്ലേ, ഇയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഓടാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഇയാൾ കൊണ്ടുപോയിരുന്ന ഇയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നു എന്നത് കേവല ആരോപണമാണ്. അത് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളുടെ കയ്യിൽ നിന്ന് സീസ് ചെയ്യണം. സീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് ദുർബലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടിരുന്ന ഒരു കേസ് 10 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിന് 2 മാസം മുമ്പ് വിധി വരുന്ന സമയത്ത് ഇവരെ വെറുതെ വിടുകയാണ് എങ്കിൽ പോലും ആ അന്വേഷണ സംഘത്തിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കോടതി എണ്ണമിട്ട് അതേ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവർ പറയുകയാണ് ഇത് വെച്ചിട്ട് അങ്ങ് മറച്ചു കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും സബ്സ്റ്റൻസ് പിടിച്ചെടുത്തിട്ടില്ല. ഇനി ഇദ്ദേഹത്തിന്റെ നഖമോ മുടിയോ ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പറയുന്നതുകൊണ്ട് വ്യാപകമായിട്ട് ആന്റിഡോട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എത്രത്തോളം അളവിൽ ഇത് നഖത്തിലും മുടിയിലും ഒക്കെയുള്ള സബ്സ്റ്റൻസിനെ ഇല്ലാതെയാക്കും എന്നുള്ള കാര്യമൊക്കെ തന്നെ ഡിബേറ്റബിൾ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇത് ഉപയോഗിച്ചു എന്ന രീതിയിലേക്ക് വരും. പക്ഷേ കയ്യിൽ നിന്ന് സീസ് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചു എന്ന് അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ ചെറിയ ഒരു പെറ്റി തുക പെനാൽറ്റി അടച്ചതിന് ശേഷം പുറത്തു പോകാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല ഡ്രഗ്സിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ബാധിച്ചിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതിലുള്ള ആൾക്കാരെല്ലാം വോക്കലായിട്ട് വരണം, സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകണം. ഞാൻ പറയുന്നത് ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കറിയാം. എന്നിട്ടും ഇതറിയാവുന്ന പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുക്കളും എന്തുകൊണ്ടാണ് ഇവരെ കാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ പലരും പറയുന്നത് എന്താണ്? ഇവരൊക്കെ തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള നീറ്റായിട്ടുള്ള ബിഹേവിയർ ആണ്, ഓൺ ടൈം ഇവരെത്തും, ഇവര് കാരണം ഷൂട്ടിന് പ്രശ്നം ഉണ്ടാകാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പണം മുടക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെ ഭംഗിയായി പൂർത്തീകരിക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്റെ ബജറ്റ് ഇത്രയാണ്, അതിൽ എനിക്കൊരു നടൻ വേണം, ആ നടൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാണ് എങ്കിൽ ഷൈൻ ടോം ചാക്കോയോ മറ്റൊരാളിനോ സ്പെൻഡ് ചെയ്യാനായിട്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ വില്ലിംഗ് ആണ്. അയാളെ സഹകരിപ്പിക്കാൻ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ വില്ലിംഗ് ആണ്. എന്റെ പടത്തിൽ അയാളെ അഭിനയിപ്പിക്കുന്നതിന് സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രശ്നമില്ല. ഈ ബാക്കി പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് വരിക? വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എന്നെ വിളിച്ചിട്ട് ഒരു നടൻ എനിക്ക് സബ്സ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നില്ലേ? ഇത് എപ്പോഴാ പറയുക? ഷൂട്ടിനിടയ്ക്കല്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം. എക്സാക്ട്ലി. അപ്പൊ അതിന്റെ കൗണ്ടർ മെഷർ എന്താണ്? അതായത് കിട്ടുന്നില്ല എന്നത് നമ്മൾ ശ്രമിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പാസിഫൈ ചെയ്യൂ എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മളുടെ പ്രോഡക്റ്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ഇത് പോവുക. എന്റെ പ്രോഡക്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷം എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറഞ്ഞത് ഇവർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എത്രയോ തവണ പ്രസ് മീറ്റ് നടത്തിയതിനു ശേഷം ഇതിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കാര്യമായിട്ട് ഡ്രഗ് അബ്യൂസ് ഉണ്ട് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ശ്രീ കമലൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഈ മിക്കവാറും ഈ ഡ്രഗ്സ് കൊടുക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ്. ശിവാനി, ഈ സിനിമാ മേഖലയിൽ നടന്മാർക്ക് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കയുടെ റൂമിലും ഉണ്ടായിരുന്നത് ഒരു മേക്കപ്പ് മാനാണ്. മറ്റു പല കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംവിധായകർ തുറന്നു പറഞ്ഞതും ഈ പറഞ്ഞത് ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുമ്പോൾ നമ്മുടെ സംഘടനകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. എന്ത് എടുക്കണം, എന്ത് ഇത് നടപടി എടുക്കണം എന്നൊരു പ്രശ്നമുണ്ട്. അത് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ഇതിനെപ്പറ്റി ഒന്നുമല്ല സംസാരിക്കാൻ വരുന്നത്. ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് എന്നും കഞ്ചാവെന്നും മാത്രമേ കിട്ടുള്ളൂ. ഈ അതായത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത്, ഈ പറയുന്ന ഒരു നടിയെ ഈ നടൻ കമന്റ് അടിച്ചു. അത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ കഞ്ചാവ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നതല്ലേ? അപ്പൊ ഈ ലഹരി ഈ പറയുന്ന കഞ്ചാവെന്നും ഡ്രഗ്സ് എന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. മദ്യപിക്കുമ്പോ ഉണ്ടാവില്ലേ ഈ ലഹരി? മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും ഇല്ലേ? പല മേഖലകളിലും ഈ പറയുന്ന കമന്റടിയും ചൂളം വിളിയും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളും എല്ലാം പല മേഖലകളിലും ഇല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് വലിച്ചഴച്ചു. എന്താവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം എന്താണ്? പിന്നെ കുറ്റം തെളിയിക്കുന്നത് വരെ ശ്രീനാഥ് ബാസിയുടെ പേര് നമ്മളല്ല വലിച്ചഴച്ചത്, ഞങ്ങളാരുമല്ല, മാധ്യമങ്ങളൊന്നും അല്ല വലിച്ചഴച്ചത്. അത് വാർത്തയാണ്.
അത് വാർത്തയാണ് ശിവാനി, പബ്ലിക് അഡ്മിഷൻ കണ്ടില്ലേ? ഇൻ കേസ് യു ഡിഡ്ന്റ് നോ. എക്സൈസ് ഒരു വലിയ രാസലഹരിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിടിച്ചപ്പോൾ അതിന്റെ അവർ മൊഴിയായി കൊടുത്തതിൽ ഒരു പേര് ശ്രീനാഥ് ഭാസിതാണ്. കായംകുളത്തെ കേസിലെ ആരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനല്ല. അയാളെ കുറ്റക്കാരനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിധി വരാൻ വേണ്ടി കാത്തിക്കേണ്ടി വരും, കാത്തിക്കേണ്ടി വരും. അതെ, അങ്ങനെയാണെങ്കിൽ വാർത്ത വരില്ല. താങ്കളുടെ സുഹൃത്തുക്കൾ മദ്യപിക്കാറില്ലേ? മദ്യപിക്കുമ്പോഴും ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഉണ്ടെന്നേ, അതെല്ലാം അതിന്റെ ഭാഗമാണ്. എന്നാരും പറയുന്നില്ലല്ലോ. അതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നതൊന്നും അല്ല. നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഈ FIR, ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വിധിയാണോ? ഒരാൾക്കെതിരെ ഒരു കേസ് എന്ന് പറയുന്നത് തന്നെ വിധിയാണോ? ആ കേസിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച ചെയ്യുക. ആ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിൽ വാദവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി പറയുന്നതാണ് വിധി. അപ്പൊ നമ്മള് അത് വിധി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ശിവാനി, ഇവിടെ ഒരു കേസിലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ 2G സ്പെക്ട്രം ചർച്ച ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ റഫാൽ ചർച്ച ആരോപണങ്ങളുടെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും അവരെ വലിച്ചിഴച്ചിട്ടുണ്ട്. ശിവാനിക്ക് ഞാൻ ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞതാണ് ഇഷ്യൂ എങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളുടെ പേര് വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെ ആവർത്തിച്ച് പറയാണ്. എന്താ ഇതിന് പേടിക്കുന്നത്? എനിക്കൊരു പേടിയില്ല. ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ കൊടുക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മുൻകൂർ ജാമ്യ ഹർജിയുണ്ട്. ശിവാനി ഒന്ന് വായിച്ചു നോക്കണം. മുൻകൂർ ജാമ്യ ഹർജിയുണ്ട്, അത് വായിച്ചു നോക്കണം. ഇതെന്ത് വാദമാണ് ശിവാനി? ഇത് ന്യായീകരിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇത്ര ആകുലപ്പെടുന്നത്? അല്ല, ഷൈൻ ടോമിനെ പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഒരു സെക്കൻഡ്, ഷൈൻ ടോമിന്റെ പേരെന്തിനാ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്? ശിവാനി, എന്തിനാ ഉപയോഗിക്കുന്നത്? ഷൈൻ ടോമിന്റെ പേരിൽ ഇപ്പൊ കേസുണ്ടോ? പേരിലാണ് പരാതി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ സ്റ്റേറ്റ്മെന്റ് വന്നു. അതേപോലെ തസ്ലീമ എന്ന് പറയുന്ന ആളിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും സപ്ലൈ ചെയ്തു എന്നത് ഒരു കേസിൽ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ തസ്ലീമ എന്ന യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ കേസ്. അല്ല, ശിവാനിയും കൂടെ മനസ്സിലാക്കാനാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് വരുമെന്ന് അറിഞ്ഞപ്പോ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു, അത് പിൻവലിച്ചു മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയുമായുള്ള അയാളുടെ ബന്ധം എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്നേ, അല്ല വെറുതെ ഇത് കേസ് വന്നില്ല, പ്രതിയായില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? മുന്നോട്ട് പോട്ടെ ആളുകള്. ഇത് തന്നെ ഈ കേസ് തന്നെ എവിടം വരെ പോകുന്നു കാണാം. ശിവാനി എന്തിനാണ് ഒരു പേര് കേട്ട അസ്വസ്ഥതയാവുന്നത്? നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? തസ്ലീമ എന്ന് പറയുന്ന കായംകുളത്തെ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് പറയുന്നുണ്ടല്ലോ. ആ പേര് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ കൊള്ളുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആരോപിക്കുന്നല്ലേ പറയുന്നത്? ഉപയോഗിച്ചുകൊണ്ട് ഖാദർ പറയുന്നില്ലല്ലോ. അല്ല, ശിവാനിക്ക് ആശ്വാസത്തിന് വകയുണ്ട്. എന്താ അറിയാമോ? ശിവാനിക്ക് ആശ്വാസനമുണ്ട്. എന്താ അറിയാം, ഇതിലും വലിയ തെളിവുണ്ടായത് 2015 കൊക്കൈൻ കേസിൽ നിന്ന് സുഖമായി ഊരിപ്പോയ ആളാണ്. നമുക്ക് സാറിനൊക്കെ അറിയാം വളരെ കൃത്യമായി തന്നെ. അത് ഊരിപ്പോയ ആളാണ് ഷൈൻ ടോം ചാക്കോ. ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് ശിവാനി പറഞ്ഞു ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല. പക്ഷെ ഇതൊക്കെ ശിവാനി ഇത് തസ്ലീമ എന്ന സ്ത്രീയോടാണ് പറയേണ്ടത്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ഇറ്റ് വാസ് ഓൾ ഓവർ ദ ന്യൂസ്, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ പേരെടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പറയുന്ന ആൾക്കാർക്കെതിരെ പിന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് പോകാമല്ലോ. ഖാദർ ഒന്നും സംഭവിക്കില്ല. ചെറുക്കര മധുസാർ പറയുന്നത് പോലെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. ശിവാനി പറയുന്നത് പോലെ എന്തിന് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു ചോദിക്കും പലരും. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഖാദർ ഒന്നും സംഭവിക്കും. ഞാനൊരു ചോദ്യം ഭാഗ്യലക്ഷ്മി മാഡത്തോട് ചോദിച്ചോട്ടെ. ഭാഗ്യലക്ഷ്മി മാഡം, അങ്ങ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, റൈറ്റ്? കുറച്ചു മുമ്പ്. ഹലോ, കേൾക്കാമോ? ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമാ മേഖലയിൽ അടക്കമുള്ള ഉപയോഗിക്കുന്നു. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ WCC എന്ന് പറയുന്ന സംഘടനയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ആളുകൾ തന്നെയാണോ അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ഫ്രീ കമ്മ്യൂണിറ്റി ആണോ അത്? ഖാദർ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല അത്. ഞാൻ WCCയിൽ ഇല്ല. എന്നെ WCCയിൽ അവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സിനിമയ്ക്കുള്ളിൽ പല സ്ത്രീകളും
പല സ്ത്രീകളും. അത് ഞാൻ ആരാണ് എന്താണ് എന്ന് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മുൻപിലിരുന്ന് വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാരാണ് എന്താണെന്ന് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പേര് ഞാൻ മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുന്നതാണ്. കാരണം അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പേര് പറയാൻ സാധിക്കൂ. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല WCC. തുടങ്ങിയ കാലം മുതൽ ഈ നിമിഷം വരെയും ഞാൻ അതിൽ അംഗമായിട്ടേ ഇല്ല. അവർ എന്നെ അംഗമാക്കിയിട്ടുമില്ല. ശരി, ഞാൻ സമ്മതിക്കുന്നത് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെയൊക്കെ പലരും, ഇപ്പോ ശിവാനി ചെയ്തതുപോലെ പലരും ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുക, അത് കോടതി തെളിയിക്കട്ടെ, അത് അവര് പറയട്ടെ എന്നുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യാണ് നിസ്സാരവൽക്കരിക്കുക. നിങ്ങൾ നോക്കൂ, പരാതിപ്പെടണം. കുറച്ചു നാൾ കഴിയുമ്പോ അവിടെ തെളിവുണ്ടാവില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളും എല്ലാരും പോയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പൊ പരാതിപ്പെടണം. അല്ലാതെ 6 മാസം 5 മാസം 2 വർഷം ശിവാനിക്ക് വ്യക്തിപരമായ ബോധ്യമാണ്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയല്ല. അതെ, ശിവാനിക്ക് വ്യക്തിപരമായ ബോധ്യം. ഒരു പരാതി ശിവാനി മാധ്യമങ്ങളോട് പുറത്തുവിട്ടത് ആ സമയത്ത് ശിവാനി പരാതിപ്പെട്ടില്ലല്ലോ. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞാണ് ആ നടനെതിരെ പറഞ്ഞത്. പല തരത്തിലുള്ള ആളുകളുണ്ട്. സിനിമയുടെ അകത്തും പല തരത്തിലുള്ള ആളുകളുണ്ട്, പല ഇൻഡസ്ട്രിയുടെ അകത്തും പല തരത്തിലുള്ള എല്ലാ ആളുകളും ഒരുപോലെയല്ല. എല്ലാ ആളുകളും നല്ലതൊന്നുമല്ല. അപ്പൊ അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. നല്ലതും മോശവുമായ ആളുകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല ശിവാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. അതെ, ശിവാനി പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ശിവാനി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ പേരുകൾ ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പേരുകൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യും. പിന്നെ ആ വ്യക്തി നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അത് പിന്നെ ഈ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്, അഡ്വക്കേറ്റിന്റെ ഒരു മിനിറ്റ്. അപ്പോ അത് പറയുന്നത് വരെ അവർ കുറ്റവാളി അല്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർ കുറ്റവാളിയുടെ സംശയ നിഴലിൽ നിൽക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും. പിന്നെ കോടതിയുടെ മുൻപിൽ എത്തുമ്പോൾ കോടതി അവരെ വെറുതെ വിടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് നിയമത്തിന്റെ അഭാവം മൂലം ഇത് മാത്രമേ കോടതി പറയുള്ളൂ. ഇയാൾ ഒരിക്കലും നിഷ്കളങ്കനാണ് എന്ന് ഒരു ബലാത്സംഗ കേസിലോ മയക്കുമരുന്ന് കേസിലോ മോഷണ കേസിലോ കോടതി പറയില്ല. കോടതി ഒരിക്കലും ഒരാളെയും ഇയാൾ നിഷ്കളങ്കനാണ് എന്ന് പറയില്ല. നിങ്ങൾ കോടതിയുടെ മുൻപാകെ കൊണ്ടു തന്നിരിക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകളില്ല എന്ന് കരുതി ഒരാൾ ഈ കേസും ഒന്നും സംഭവിക്കില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോ അയാൾ ഇയാൾ മറ്റേയാൾ മറിച്ചയാൾ എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? കാരണം ആവശ്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, ഞാനല്ല ശിവാനി പേര് വലിച്ചഴിച്ചത്, തസ്ലീമയാണ്. ഇവര് ബേസിക് സാധനം എന്താന്ന് വെച്ചാല് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. ഉപയോഗിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് വെളുപ്പിനെ 3 മണിക്ക് വിളിച്ച് കഞ്ചാവ് ചോദിച്ചത് എന്ന് അദ്ദേഹം പേര് പറഞ്ഞു. അതൊരു വാർത്തയാണ്. 2, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ 3 കിലോ കഞ്ചാവുമായി പിടിയിലായ സ്ത്രീയാണ് പറഞ്ഞത് ഈ 2 നടന്മാർക്ക് അവർ ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ അത് അവരോട് ചോദിക്കുക. അവർ പറഞ്ഞിരുന്നാൽ അത് വാർത്തയാകും. അത് പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അല്ല, അതിന് വാർത്താ പ്രാധാന്യം ഉണ്ട്. അറസ്റ്റിലായ ഒരാളാണ്, കേസുണ്ട്, അവർ പറയുന്നതാണ്. ശരി, വളരെ പെട്ടെന്ന്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സിനിമയുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ സംബന്ധിച്ചാണ്. ഇതിനകത്ത് വലിയൊരു മോറൽ ഇഷ്യൂ ഇതിനകത്തുണ്ട്. വലിയൊരു മോറൽ ഇഷ്യൂ ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ നടന്മാരെയൊക്കെ ആരാധിക്കുന്ന ഒരു വലിയ യുവതലമുറ നമ്മുടെ പരിസരത്തുണ്ട്. അപ്പൊ അവരും കൂടെ കേൾക്കാൻ വേണ്ടി എനിക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പേരിൽ മാത്രം കോടിക്കണക്കിന് ആളുകൾ ആരാധിച്ചിരുന്ന കോടാനുകോടി സമ്പത്തുണ്ടായിരുന്ന മൈക്കൽ ജാക്സൺ ഉൾപ്പെടെ ഉള്ളവര് മയക്കുമരുന്നിന് അടിമയായപ്പോ അവർക്കുണ്ടായ ദയനീയമായ ദുരന്തം ഈ പറയുന്ന യുവാക്കൾ അറിയണം. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സിനിമാ നടന്മാരും നടിമാരും അറിയണം. അവർക്ക് സംഭവിച്ച ദുരന്തം അറിയണം. ഇപ്പോഴുണ്ടാകുന്ന ഊർജത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അത് ഒളിച്ചു വെക്കുകയോ തുറന്നു പറയുകയോ അത് വെച്ചിട്ട് റീൽ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ദയവായി അക്കാര്യം മനസ്സിലാക്കുന്നത് കൊള്ളാം. നമ്മുടെ ചെറുപ്പക്കാരും അക്കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ദയനീയമായ മരണമായിരുന്നു അവർ ഫേസ് ചെയ്തത്. തീർച്ചയായും വളരെ നന്ദി പ്രധാനപ്പെട്ട അതിഥികൾ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീജിത്ത് പണിക്കർ, ശിവാനി, ശ്രീ ഖാദർ കരിപ്പൊടി, ഒപ്പം മധു ചിറക്കര.
ഷൈനിന്റെ പ്രവൃത്തി കളിതമാശയായി മാത്രം കണ്ടാൽ മതിയെന്നാണ് മാലാ പാർവതി പറഞ്ഞത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട് എന്നാണ് ഞങ്ങൾ PD പോളായി ചോദിച്ചത്. യോജിക്കുന്നില്ല എന്ന് 79% ആളുകളും അഭിപ്രായപ്പെട്ടു. യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവർ 18%. നിഷ്പക്ഷരായി 3% ആളുകളും ഈ പോളിൽ പങ്കെടുത്തു. നാളെ പ്രൈം ഡിബേറ്റ് മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.